ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഞാനൊരു 1 kg റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിന് മുൻപ് ഫസ്റ്റ് ടൈം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷേ അത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ്ട് ആർക്കൊന്നും മനസ്സിലായില്ല എന്നൊരു അഭിപ്രായം കേട്ടു. അപ്പം നമ്മൾ 1 kg റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം ബട്ടർ മിൽക്ക് തയ്യാറാക്കണം. അപ്പം ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചു വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം സ്ലോ സ്പീഡിൽ തുടങ്ങി ഹൈ സ്പീഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര കൂടി കുറച്ചായിട്ട് ആഡ് ചെയ്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഹൈ സ്പീഡിലേക്ക് ആക്കിയിരിക്കണം. അങ്ങനെ നമ്മൾ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആകുന്നത് വരെ, നല്ല ക്രീമി പരുവത്തിലാകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ പതഞ്ഞ് നല്ല ക്രീമി പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരുന്ന ബട്ടർ മിൽക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം ഫുള്ളായിട്ട് ഒഴിച്ചാൽ മതി. അതിനുശേഷം റെഡ് കളറിന് വേണ്ടിയിട്ട് ഷെഫ് മാസ്റ്ററിൻ്റെ റെഡ് കളറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 7-8 ഡ്രോപ്സ് എങ്കിലും ഒഴിക്കുക. അതിനുശേഷം അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് പതിയെ ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ കളർ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് മാത്രം ആഡ് ചെയ്യുക. കാരണം ബേക്കായി വരുമ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ കളറായി വരാറുണ്ട്. അപ്പോൾ കുറച്ച് കളർ മാത്രം ആദ്യം ആഡ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇതിനി നമുക്കൊരു 8 ഇഞ്ച് പാനിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചതിന് ശേഷം 3-4 തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബേക്ക് ചെയ്യുക. ഐസിങ്ങിന് വേണ്ടിയിട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനിവിടെ വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റായിട്ട് ഒരു ബോർഡ് എടുക്കുക. അതിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ പുറത്തേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഈ ഷുഗർ സിറപ്പിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ക്രീം ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് നല്ലതുപോലെ വെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തേർഡ് ലെയർ വെച്ചിട്ട് ഫുള്ളായിട്ട് ക്രീം അപ്ലൈ ചെയ്തൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മുകളിലും സൈഡിലും എല്ലാം ഫുള്ളായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ റെഡ് വെൽവെറ്റിൻ്റെ ആ ഒരു വെൽവെറ്റി ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു സോസ് പാനിലിട്ടൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കുക. അതാണ് ഈ അരിപ്പയിലൂടെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്.
നമ്മൾ ഡയറക്റ്റ് ആ പൊടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കേക്കിന് അത്ര ഭംഗി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചരിച്ചിടുകയാണെങ്കിൽ നല്ലൊരു വെൽവെറ്റി ഫീല് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ വീണ ക്രംസ് എല്ലാം ഒന്ന് നല്ലതുപോലെ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നീക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ കേക്ക് ഞാനിവിടെ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചെറിയൊരു ഡിസൈൻ കൊടുക്കാം. എഡിബിളായിട്ടുള്ള വൈറ്റ് പേൾസ് ആണ് ഞാനിതിൻ്റെ പുറത്തേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് പേൾസ് കൂടി ആഡ് ചെയ്ത് കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരേക്കും ബൈ.